ഹലോ ധർമ്മൻ, ഓവർ. കുട്ടികൾ ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ. ആ, കുട്ടികളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഡാർവിന്റെ കുട്ടിയില്ല. ഓവർ. നീ ഒന്ന് അന്വേഷിക്കവിടെ. ഓവർ. അല്ല, ഇവിടെ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്താടോ ചേച്ചി ഡാർവിന്റെ കുട്ടിയിലാണ്. ഏത് ഡാർവിൻ? ഗൊറില്ല ഡാർവിനാണോ? എന്തിനാണ്? കാണാനോ ചുമ്മാ വെറുതെ. എനിക്ക് ദേവൻ. ഹലോ ധർമ്മൻ, ഓവർ. അയ്യപ്പണ്ണ ഡാർവിൻ. ഡാർവിനാ? അയാളെ കൊച്ചിന് ഉമ്മ കൊടുക്കുന്നു. ഓവറാക്കാതെ പോയാലോ? ഡാർവിൻ നമ്മളെ കണ്ട? ഇല്ല. ഇന്ന് അവൻ രക്ഷപ്പെട്ടു. പോയാ ഈ ജന്മന കിഡ്നാപ്പർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ? ഇല്ല. ആ, അതാണ് അയ്യപ്പേട്ടൻ. ശരിക്കും അയ്യപ്പേട്ടൻ ആരാന്നറിയ നിങ്ങൾക്ക്? ഇല്ല. രാവണന്റെ പുനർജന്മം. സത്യം. ആ, തഞ്ചാവൂർ പോയി ഓരോരുത്തർ നോക്കിയപ്പോഴേ മനസ്സിലായത് രാവണനെ പോലെ 10 തലേന്റെ ബുദ്ധിയാ അയ്യപ്പേട്ടന്. അയ്യപ്പേട്ടന്റെ ഓരോ നീക്കവും വളരെ ഷാർപ്പായിരിക്കും. ഹലോ ധർമ്മൻ, ഓവർ. അയ്യപ്പണ്ണ ഓവർ. കുട്ടി നമ്മുടെ അണ്ടറിലല്ലേ? ഓവർ. അതെ, അണ്ടറിലാണ്. ഓവർ. ഡാർവിന്റെ ടീം എന്റെ അണ്ടറിലാണ്. ഓവർ. ഓക്കെ, ഓവർ. ഓവർ. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? കിഡ്നാപ്പിംഗ് നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഒരു പൂ പറക്കിന് ലാഭത്തോടു കൂടി അയ്യപ്പേട്ടൻ കുട്ടീനെ പൊക്കും. ഞങ്ങളെ കിട്ടിയ തന്നെ നിങ്ങളെ ഭാഗ്യ. അയ്യപ്പേട്ടൻ കുട്ടീനെ പൊക്കി. അയ്യപ്പണ്ണ, നിങ്ങൾ വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങാം. നിങ്ങളെ കൊണ്ടത് പറ്റത്തില്ല. ഇവന് കാര്യം മനസ്സിലായിട്ടാ. എന്ത് മനസ്സിലായി? അനിലേ, നീ അങ്ങനെ പറയരുത്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദാറ്റ് റെഡി, ഡോണ്ട് യു? ഇവർ 3 പേരും നിർത്തണോ? കുറെ നേരമായി തുടങ്ങിയിട്ടു. ഹലോ, അല്ലേ, നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ഈ സിനിമയെ കാണുന്ന പോലെ കിഡ്നാപ്പിംഗ് അത്ര ഈസി അല്ല. നമ്മൾ പൊക്കിയിരിക്കും. അരേ, യെസ് ബോസ്. വണ്ടിയരുത്. നടുറോട്ടിലോ? ഈ ഡാർവിന്റെ കുട്ടിയെ തന്നെ കിഡ്നാപ്പ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? കണ്ടോ, ഡാർവിന്റെ നീ വില്ലി. അവനെ പൊക്കാം. അവനെ ഈസി ആയിട്ട് പൊക്കിത്തരാം. നല്ല മൂത്ത സൈസാണല്ലോ ഇതിലെ. അതെ അല്ലേ, നമുക്ക് അവനെ പോകാം. അനീനെ പൊക്കിയ ചേട്ടന് വേദനിക്കും. അല്ലെങ്കിൽ കൊച്ചു പിള്ളേരെയൊക്കെ പോകുന്ന ഊച്ചാളി കിഡ്നാപ്പേഴ്സിന്റെ പരിപാടിയാ അല്ലേ? എങ്ങനെയാ പോകുന്നത്? വെയിറ്റ് ആൻഡ് സീ. ഗില്ലി, മച്ചാ ഇവിടെ എന്നെയാണോ മനസ്സിലായ? വേറെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അയ്യോ ഭായി, നമ്മളൊന്നിച്ചിരി പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ മറവിയാനോ ഒന്നും അങ്ങോട്ട് കിട്ടാറില്ല. ഷട്ടർ പരസ്യത്തിലാണ്. ഭായിയുടെ നമ്പർ ആണെങ്കിൽ എന്റെ ഫോണിൽ പോവുകയും ചെയ്തു. എന്തോരം അന്വേഷിച്ചെന്ന് അറിയാമോ? അതെ, ലിജോ പല്ലിശ്ശേരിയുടെ പടത്തിലൊരു വേഷമുണ്ട്. ശരിക്കും എനിക്കാണോ? സത്യം. ഞാൻ കണ്ടില്ലേ? ആണോ? ലിജു ഇപ്പൊ കൊച്ചിയിലുണ്ട്. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. വണ്ടി കയറ്. വണ്ടിയില്ല.
ദീപ എന്റെ വണ്ടി കഴിക്കട്ടെ അതീ പോവാം. ആ വണ്ടി അവിടെ കിടക്കട്ടെ, ഈ വണ്ടി കേറ്. ആ കേറ് മച്ചാ. ഒരു മിനിറ്റ് ചേട്ടാ, വണ്ടി ഇപ്പൊ എടുക്കാം. വണ്ടിയിൽ ഇപ്പൊ എടുക്കാന്നാ. ഇറങ്ങ്. ബാക്ക് പോയി കേറി. നായകന്മാരൊക്കെ ഫ്രണ്ടിലല്ലേ കയറണം. നായകനായില്ലല്ലോ. ഫോട്ടോ മച്ചാ. നീ എന്നെ വില്ലനാക്കും. അയ്യോ നിങ്ങൾ എല്ലാരും സിനിമയിൽ എടുത്താ? ഏറ്റവും ബാക്കിലാണ് ഞാൻ. എത്ര ദൂരം ഉണ്ടോ ലിജോ ചേട്ടന്റെ വീട്ടിലോട്ട്? 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് ഉള്ളോ? ആ ആഹാ, എവിടെ വേണോ? നല്ലതാണ്. വേണ്ട വേണ്ട. മച്ചാനെ, ആ ഇത് ഹരീഷ് ഭായി, ആ. അത് അയ്യപ്പണ്ണൻ. അയ്യപ്പണ്ണൻ കാസ്റ്റിംഗ് ഡയറക്ടർ കേട്ടോ. കണ്ടാ പറയില്ലട്ടാ. എന്താ ടെൻഷൻ? ആദ്യമായിട്ടാ അഭിനയിക്കണേ. മച്ചാനെ, അത് ഫൈറ്റ് മാസ്റ്റർ ഉണ്ടാ. മാസ്റ്റർ എന്നാ? മാസ്റ്റർ സോറി മാസ്റ്റർ, ഞാൻ വന്ന് വില്ലി മാസ്റ്റർ. അനിൽ ആൻഡോ. അയ്യെന്താ അനിൽ ആൻഡോ. മലയാളിയാണാ? ആ. മലയാളി മാസ്റ്റേഴ്സ് ഉണ്ടാ ഈ പടം പൊളിക്കോല? മാസ്റ്റർ മാസ്റ്റർ ഒന്ന് കുറെ നാളായിട്ട് ഞാൻ ഫൈറ്റ് ഇങ്ങനെ ചെയ്യാറുണ്ടേ, ഒന്ന് രക്ഷപ്പെടുത്തി തരും മാസ്റ്റർ. ശ്രമിക്കോ മാസ്റ്റർ? മാസ്റ്റർ കൊണ്ട് പറ്റും മാസ്റ്റർ.